Hi all, welcome to Lenino. Today's class is about ray optics part 3, that is നമ്മൾ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ അങ്ങനെ തിയറി ക്ലാസ്സസ് 2 വീഡിയോ ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്ത MCQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the change in the direction of wave passing from one medium to another is termed as option A interference, B mirrors, C diffraction, D refraction. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വേവ് പാസിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? റിഫ്രാക്ഷൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, റിഫ്രാക്ഷൻ. ഓക്കെ, second question, what would be the angle of incidence for a light ray having zero reflection angle? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ ഐ ഈക്വൽ ടു സൈൻ ആർ. ഓക്കെ, ലോസ് ഓഫ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, ലോ ഓഫ് റിഫ്ലക്ഷൻസ്. അതിലൊരു ലോയാണ് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഇപ്പോൾ ആംഗിൾ ഐ എന്താ പറഞ്ഞേക്കണേ? 0 ആണ്. അപ്പോൾ ആംഗിൾ ആറും എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആംഗിൾ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. So the answer is option C, 0 degree. Okay, then next question, what is the constant value if the angle of incidence is 22 degree and the angle of refraction is given to be 15 degree? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ +2 ലെവൽ ക്വസ്റ്റ്യനാണ്. നമുക്കൊരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ നിന്ന് നമ്മൾ സൈൻ 22ൻ്റെ സൈൻ 15ൻ്റെ വാല്യൂ എടുക്കും. പക്ഷേ നമ്മുടെ എൻട്രൻസ് എക്സാമിന് എങ്ങനെയായിരിക്കും? ഈ സൈൻ 22 സൈൻ 15ഉം നമുക്ക് വാല്യൂ ആയിട്ട് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ വാല്യൂ തന്നിരിക്കും കേട്ടോ നിങ്ങളുടെ കീം എക്സാമിന്. അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. നമ്മുടെ +2ലാണെങ്കിൽ നിങ്ങൾ നോക്കിയെടുക്കും അല്ലേ, +2 എക്സാമിനാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഓഫ് ഐയും ആംഗിൾ ഓഫ് ആറും ആണ്. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്നെൽസ് ലോ. സോ സൈൻ ഐ ഈസ് ഈക്വൽ ടു, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നതാണ് 0.3746. സൈൻ 15ഉം തന്നിട്ടുണ്ട് 0.2588. പുട്ടിങ് ദ വാല്യൂസ് ആംഗിൾ ഫ്രം ലോഗ് ടേബിൾ. അതായത് നമുക്കിപ്പോൾ ഇത് കീമിനാണ് ഇങ്ങനെ തന്നിരിക്കും, നമ്മുടെ +2 ലെവൽ എക്സാമിനാണെങ്കിൽ ലോഗ് ടേബിളിൽ നിങ്ങൾ എടുക്കും. സോ ദാറ്റ് ഈസ് സൈൻ ഐ 0.3746 ബൈ 0.2588 വരും. അപ്പോൾ സോ ദ ആൻസർ ഈസ് 1.44. നമുക്കറിയാം സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് വെച്ചാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ദാറ്റ് ഈസ് 1.44. നമുക്ക് കിട്ടിയത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 22 ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 1.44. ദിസ് ഈസ് ദ ആൻസർ, 1.44. ഓക്കെ, 1.44. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു എയർ. ഓക്കെ, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു എയർ. ടേക്ക് ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഫ്രം ദ ടേബിൾ. ടേബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ തന്നിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സി ബൈ വി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡയമണ്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4842 ആണ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാക്കറ്റിൽ തന്നിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.42. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ വി. സി നിങ്ങൾക്കറിയാം എന്താണ്? 3 ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ, 3 ഇൻറ്റു 10⁸ meter per second. So substitute that value, 3 into 10⁻, VD equal to വെലോസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അതായത് നമുക്കറിയാം n എന്ന് വെച്ചാൽ വെലോസിറ്റി ഇൻ ലൈറ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഇൻ ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ വെലോസിറ്റി മീഡിയം. നമുക്ക് ഈ മീഡിയത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് എന്ത് വരും? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഡി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻, അത് മീഡിയം ഡയമണ്ട് ആണ്, 3 ഇൻറ്റു 10⁻².42 ആണ്. ഓക്കെ, സോ ഇത് വെട്ടി കഴിയുമ്പോൾ 1.24 ഇൻറ്റു 10⁸ മീറ്റർ വെലോസിറ്റി അല്ലേ. അപ്പോൾ സോ ദ മീറ്റർ ഇസ് മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ഈസ്
meter per second. So the velocity of speed of light is എന്ത് വരും? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് വി ഡി ഈക്വൽ 1.24 ഇൻറ്റു 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? ആ വാല്യൂ, കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കും. ഇനി നിങ്ങൾ +2 ലെവൽ എക്സാമിനാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ലോഗ് ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ വിച്ച് ലോ? എ ഫാരഡേസ് ലോ, ബി സ്നെൽസ് ലോ, സി ന്യൂട്ടൺസ് ലോ, ഡി മുർഫീസ് ലോ. അപ്പോൾ ഏതാണ്? നമുക്കറിയാം സ്നെൽസ് ലോയാണ് അല്ലേ? സ്നെൽസ് ലോയാണ് നമ്മുടെ അപ്പോൾ നമുക്കറിയാം ദ റേഷ്യോ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് സ്നെൽസ് ലോയാണ്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്നെൽസ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് ഡ്യൂ ടു വിച്ച് ഒപ്റ്റിക്കൽ ഫിനോമിന? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ഓപ്ഷൻ എ റിഫ്ലക്ഷൻ, ബി ഇൻ്റർഫറൻസ്, സി റിഫ്രാക്ഷൻ, ഡി ഡൈവർജൻസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഏതാണ്? റിഫ്രാക്ഷൻ. ഓപ്ഷൻ സി റിഫ്രാക്ഷൻ. ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് ഡ്യൂ ടു വിച്ച് ഒപ്റ്റിക്കൽ ഫിനോമിന? റിഫ്രാക്ഷൻ. Light can be focused on our retina through which of the following phenomena? Light can be focused on our retina. അതും നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ട്? ഈ ഓപ്ഷൻ എ ഇൻ്റർഫറൻസ്, ബി റിഫ്രാക്ഷൻ, സി ഡിഫ്രാക്ഷൻ, ഡി മിറേജ്. ദാറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു റിഫ്രാക്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോ ദ ലൈറ്റ് ക്യാൻ ബി ഫോക്കസ്ഡ് ഓൺ അവർ റെറ്റിന ത്രൂ വിച്ച് ഫിനോമിന? റിഫ്രാക്ഷൻ. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഓപ്ഷൻ സി, സി ആണ്. സി ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ ചോദിച്ചാലോ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് റെപ്രസെൻറ്റഡ് ബൈ സി, ലെറ്റർ സി. വാട്ട് ഹാപ്പൻ ടു ദ ഫ്രീക്വൻസി ആൻഡ് ദ വേവ് ലെങ്ത് വെൻ ലൈറ്റ് പാസസ് ഫ്രം എ റെയറർ ടു എ ഡെൻസർ മീഡിയം? ഓപ്ഷൻ എ വേവ് ലെങ്ത് റിമെയിൻ അൺചേഞ്ച് ബട്ട് ഫ്രീക്വൻസി ചേഞ്ചസ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ചേഞ്ചസ്. വേവ് ലെങ്ത് ചേഞ്ചസ് ബട്ട് ദ ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്. എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? വേവ് ലെങ്ത് നമുക്കറിയാം, വേവ് ലെങ്ത് വെലോസിറ്റി മാറും. അതുകൊണ്ട് വേവ് ലെങ്ത് മാറും. വെലോസിറ്റി അല്ലേ മാറുന്നത്? വെലോസിറ്റി മാറും, വേവ് ലെങ്ത് മാറും, ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്. വേവ് ലെങ്ത് ചേഞ്ചസ് ബട്ട് ദ ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എന്താണ്? വേവ് ലെങ്ത് ചേഞ്ചസ് ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മീഡിയ ഉണ്ട്, ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് പോകുമ്പോൾ മറ്റേ മീഡിയത്തിൽ വരുമ്പോൾ എന്താണ്? അതിൻ്റെ വേവ് ലെങ്ത് ചേഞ്ച് ആവും, ഫ്രീക്വൻസി നോട്ട് ചേഞ്ച്. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്? ഓപ്ഷൻ എ യൂണിറ്റി, ബി മോർ ദാൻ യൂണിറ്റി, സി ലെസ് ദാൻ യൂണിറ്റി, ഡി 0. അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ 1.65 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് 1.33. നമ്മളോട് ചോദിച്ചേക്കണ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഓക്കെ, വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. അപ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഇതിനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാണ്? 1.33. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ 1.65. അപ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ എന്തായാലും ഒരു കൂടിയ വാല്യൂ ആണ്. സോ ആൻസർ ഈസ് 0.8. നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ബിക്കോസ് നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന യൂണിറ്റി, മോർ ദാൻ യൂണിറ്റി, ലെസ് ദാൻ യൂണിറ്റി അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത്? എന്താണ് വാല്യൂ കിട്ടിയിരിക്കുന്നത്? ലെസ് ദാൻ 0.8 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? 0.8 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.33/1.65 ആണ്. 0.8 ദാറ്റ് ഈസ് ലെസ് ദാൻ യൂണിറ്റി. സോ ദ ആൻസർ ഈസ് ഏതാണ്? ഓപ്ഷൻ സി, ലെസ് ദാൻ
ലെസ് ദാൻ യൂണിറ്റി. അതാണ് നമ്മുടെ ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ലെസ് ദാൻ യൂണിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂസ് അറിയാമെങ്കിൽ അതിൻ്റെ ഏത് പാരാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മളപ്പോൾ ഒരു ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ബേസിക്സ് ആയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അതിൻ്റെ കുറച്ച് MCQസും പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് വീഡിയോ അടുത്ത ക്ലാസ്സുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ.